നമ്മുടെ എല്ലാവരുടെ ക്ലാസ്സിലും 2 ടൈപ്പ് ടോപ്പേഴ്സ് ഉണ്ടാവും. അതിലൊന്നെന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര സീരിയസ് ആയി ഇൻസൈഡൊക്കെ ആക്കി മുടിയൊക്കെ ചീകി എല്ലാം കാണാപ്പാടം പഠിക്കുന്ന, ഈവൻ മലയാളം, ഇംഗ്ലീഷ്, എസ് എ സബ്ജക്റ്റുകൾ പോലും കാണാപ്പാടം പഠിക്കുന്ന ടീം. അതിൽ രണ്ടാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് എല്ലാ ഉഴപ്പുകളിലും കച്ചറകളിലും ഒക്കെ ഉണ്ടാവും. അതേസമയം എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ മാർക്ക് ഉണ്ടാവും. ഈവൻ ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ടോപ്പേഴ്സിനേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടാവുന്ന ആൾക്കാർ. ആൻഡ് ഞാൻ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുമ്പോൾ അതുപോലെ തന്നെ CA ഫൗണ്ടേഷന് പഠിക്കുമ്പോഴൊക്കെ ഈ ഫസ്റ്റ് കാറ്റഗറി ടോപ്പേഴ്സിനെ പോലെയാണ് പഠിച്ചിരുന്നത്. പിന്നീട് ഞാൻ CA ഇൻ്ററിൽ ജോയിൻ ചെയ്തപ്പോഴാണ് ആക്ച്വലി ടോപ്പേഴ്സ് എങ്ങനെയാണ് പഠിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത്. ഓരോ സ്ട്രാറ്റജി, ഹൗ ടു സ്റ്റഡി ലെസ് ആൻഡ് ലേൺ മോർ. റൈറ്റ് നൗ ഐ എം എ സെമി ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ മനസ്സിലാക്കിയ ബെസ്റ്റ് സ്ട്രാറ്റജീസ് ഓഫ് ടോപ്പ് സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗ ടു ബിക്കം എ സ്ട്രേറ്റ് എ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ കാൾ ന്യൂപോർട്ടിൻ്റെ ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിലൂടെ ഫുള്ള് കടന്നു പോയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ടു മേക്ക് ഷുവർ ദാറ്റ് എവറിത്തിങ് ഐ ടീച്ച് യു ഓർ ടോക്ക് അബൌട്ട് ഈസ് വർക്കിംഗ് എവരിവെയർ. അപ്പോൾ ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് സ്റ്റഡി സ്ട്രാറ്റജീസും ശനിയാഴ്ച പോസ്റ്റ് ചെയ്യുന്നത് എക്സാം സ്ട്രാറ്റജീസും ആയിരിക്കും. നമ്മൾ ഈ നീറ്റ്, അതുപോലെ തന്നെ MBBS, അതുപോലെ തന്നെ CA ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, നമ്മളെ ഫ്രണ്ട് ഗ്രൂപ്പിലായിക്കോട്ടെ, നമ്മളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഹോസ്റ്റലിലുള്ളവരായിക്കോട്ടെ, എല്ലാവരും പഠിക്കുന്ന രീതി എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് എങ്ങനെ പഠിക്കാം? 24 മണിക്കൂർ 24/7 ഭയങ്കര ഗ്രൈൻഡിങ് ആയിക്കാരം. എല്ലാ സംഭവങ്ങളും ക്രാം ചെയ്യാൻ നോക്കും, ഒക്കെ കാണാപ്പാടം പഠിക്കാൻ. എക്സാമിൻ്റെ മുമ്പുള്ള സ്ലീപ്ലെസ് നൈറ്റ്, എപ്പോഴും ആങ്ഷ്യസ് ആയിക്കാരം, ഫുള്ള് ടെൻഷൻ ആയിക്കാരം. ഇങ്ങനെ ആയിക്കാരം, ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് എ കെമിക്കൽ സെക്രീറ്റഡ് ബൈ 1 ന്യൂറോൺ ഇൻ ദ ബിറ്റ്വീൻ അനദർ ന്യൂറോ പറഞ്ഞാൽ ഒക്കെ കാണാപ്പാടം പഠിക്കാം. ഇങ്ങനെയല്ല ആക്ച്വലി ആര് പഠിക്കുക? ടോപ്പ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എ സ്റ്റുഡൻസ് പഠിക്കുക. ടോപ്പ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ടോപ്പേഴ്സ് എങ്ങനെ പഠിക്കുക വെച്ചാൽ ആക്ച്വലി എഫിഷ്യൻ്റ് ആയിട്ടാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? കാര്യക്ഷമത, അല്ലെങ്കിൽ ഒരു സാധനം മര്യാദക്ക് ചെയ്യാന്നുള്ളത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ 24/7 ഗ്രൈൻഡ് ചെയ്യേണ്ടി വരില്ല. അതേസമയം നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാവും, നമുക്ക് ഡിസേർവ് ആയ സ്ലീപ്പ് നമുക്ക് കിട്ടും, അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ ലൈഫും ഉണ്ടാവും. എല്ലാ ടോപ്പേഴ്സിൻ്റെയും ഹൈ അച്ചീവർ സ്റ്റുഡൻസിൻ്റെയും സ്കിൽസിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഹാബിറ്റാറ്റ്സിൽ നോക്കുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് അവർക്ക് ഹൈ ടൈം മാനേജ്മെൻറ്റ് സ്കില്ലുണ്ട്. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് അല്ലെങ്കിൽ ടൈം അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൾ ന്യൂപോർട്ട് മൂപ്പരെ ബുക്കിലൊരു സ്ട്രാറ്റജി പറയുന്നുണ്ട്. അപ്പോൾ നോർമലി നമ്മളിതിൽ പല ആൾക്കാരും ഓൾറെഡി ചെയ്യുന്നുണ്ടാവും ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ പ്ലാൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് മൂപ്പര ബുക്കിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബുക്കിൽ ഇതുവരെ ചെയ്തിരുന്നത് ഒരു ചെറിയ ഇത്ര വലുപ്പമുള്ള ബുക്കിൽ എടുത്തുകൊണ്ട് നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ എഴുതി വെക്കും. എപ്പോഴാണ് എണീക്കുന്നത്, ഇന്ന ഷൂട്ട് ചെയ്യാനുണ്ടോ, സ്ക്രിപ്റ്റ് ചെയ്യാനുണ്ടോ, അങ്ങനെ മെയിൻ സാധനങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കും, വിത്ത് ടൈം എഴുതി വെക്കും. പക്ഷേ കാൾ ന്യൂപോർട്ടിൻ്റെ അപ്രോച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സാധനങ്ങളാണ് മൂപ്പർ കീപ്പ് ചെയ്യാൻ പറയുന്നത്. ഒന്നൊരു കലണ്ടറും ഒന്നൊരു ടു ഡു ലിസ്റ്റും. ഈ ടു ഡു ലിസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ 2 ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ കലണ്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രോഡ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഇനി വരാൻ പോകുന്ന ഇവൻറ്റുകൾ, മെയിൻ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എക്സാമുകൾ, അസൈൻമെൻറ്റ് ഡേറ്റ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി, ഇങ്ങനെ ഓരോന്നുണ്ടാവുമല്ലോ. ഇതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, മറന്നു പോകാതൊക്കെ വേണ്ടിയിട്ട് മെയിൻ കലണ്ടർ, ഒരു ബ്രോഡർ വ്യൂ, ഒരു മന്ത്ലി പ്ലാനർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വരാം. അതേപോലെ തന്നെ രണ്ടാമത് കീപ്പ് ചെയ്യാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബുക്കോ അല്ലെങ്കിൽ പേപ്പറിലോ ടു ഡു ലിസ്റ്റ് വിത്ത് തിങ്സ് ടു റിമെമ്പർ കോളം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ടു ഡു ലിസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. നമുക്ക് നാളെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ടൈം വെച്ചുകൊണ്ട് ചെയ്യാനാണ് ഉപ്പ് പറയുന്നത്. ടൈം ബ്ലോക്ക് ചെയ്താണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പോൾ രാവിലെ ഇന്ന ടൈമിൽ എണീക്കുന്നു, ഇത്ര പഠിക്കാനുണ്ട്, ഇന്ന സബ്ജക്റ്റ് ഇത്ര പഠിക്കുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് മൂപ്പർ പറഞ്ഞ സംഭവം തിങ്സ് ടു റിമെമ്പർ ആണ്. ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ത്, നമ്മളൊരു കലണ്ടർ കീപ്പ് ചെയ്യുന്നത് നമുക്കൊരു ബ്രോഡ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, ഓരോ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ഈ തിങ്സ് ടു റിമെമ്പർ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മളെ സാർമാർ പെട്ടെന്ന് പറയും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പെട്ടെന്ന് പറയുന്നത് ഇന്ന സബ്ജക്റ്റ് എക്സാം വരുന്നുണ്ട്, ക്ലാസ് ടെസ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന അസൈൻമെൻറ്റ് ഈ ദിവസം പ്രിപ്പയർ ചെയ്യണം, ഇന്ന ദിവസം ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ടാവും, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വരുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്യാനാണ് തിങ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞ കോളം. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഈ ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും, ഈ തിങ്സ് ടു റിമെമ്പറിൽ നമുക്ക് ഭാവിയിൽ ആവശ്യം വരുന്ന സംഭവങ്ങൾ നമ്മൾ മറക്കാതെക്കാൻ വേണ്ടിയിട്ട് ഈ കലണ്ടർക്ക് നമ്മൾ നോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് ടു ഡു ലിസ്റ്റ് ഉണ്ട്, അതിൽ നമ്മൾ ഇന്ന് ചെയ്യേണ്ട ടാസ്കുകൾ നമ്മൾ ഇങ്ങനെ വെട്ടുന്നു, ചെയ്തു. ഓക്കെ, ഇനി അതേപോലെ തന്നെ തിങ്സ് ടു റിമെമ്പറിലുള്ളത് ഈ കലണ്ടറിലേക്ക് പകർത്തുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസമാകുമ്പോൾ നമ്മൾ മറക്കില്ല. നമ്മളെ കലണ്ടർ നമ്മൾ എന്നും റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് എന്താവും, ഇപ്പോൾ ഈ മാസം 31-ാം തീയതി ഒരു എക്സാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് നമുക്ക് ഓർമ്മ വരും. നമ്മൾ കലണ്ടർ നോക്കി കഴിഞ്ഞാൽ അത് അന്നല്ല ഓർമ്മ വരും, നമുക്ക് ഇപ്പോൾ തന്നെ ഓർമ്മ വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പഠിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സിസ്റ്റം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ മൂപ്പർ പറഞ്ഞ രീതിയിൽ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ചെറിയ ബുക്ക്, എനിക്ക് ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ചെറിയ ബുക്ക് പോക്കറ്റിലൊക്കെ കൊള്ളുന്ന രീതിയിൽ എപ്പോഴും കൊണ്ടെടുക്കാൻ പറ്റുന്ന രീതിയിൽ. അതിൽ ഇവിടെ ടു ഡു ലിസ്റ്റും ചെയ്യാം വിത്ത് ടൈം. അതിൻ്റെ അടിയിൽ കാണുന്നുണ്ടോ അറിയില്ല, ഫോക്കസ് ആയാൽ കിട്ടും. ഓക്കെ, അതിൻ്റെ അടിയിൽ തിങ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചേക്കണ്. അപ്പോൾ തിങ്സ് ടു റിമെമ്പറിൽ നമുക്ക്
മെയിനായിട്ട് ഇങ്ങനത്തെ ഇപ്പോൾ ഞാൻ കൊടുത്തിങ്ങനെ ആഡ് എക്സിസ്റ്റിംഗ് ലേണേഴ്സ് ടു ദ ബണ്ടിൽ സം വൺ നോട്ട് ഗെറ്റിംഗ് ഇ ബുക്സ്, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, നമ്മൾ മറന്നു പോകാൻ പാടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ എഴുതി വെച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൻ പ്രയോറിറ്റികൾ ഞാൻ ഇതിൽ എഴുതി വെച്ചു. അപ്പോൾ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ഇത് എന്താണ് വെട്ടും. അതുപോലെ തിങ്സ് ടു റിമെമ്പറിൽ ഇപ്പോൾ ഇത് കലണ്ടറിൽ ആഡ് ചെയ്യേണ്ട സംഭവങ്ങളല്ല, ആഡ് ചെയ്യേണ്ടതാണെങ്കിൽ ആഡ് ചെയ്യും അങ്ങനെ. അതുപോലെ തന്നെ ഞാൻ പുതിയൊരു പ്രൊഡക്ടിവിറ്റി പ്ലാനർ ഉണ്ടാക്കിയിരുന്നു, നമ്മളെ കോഴ്സിൻ്റെ ഒപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടാണിത്. ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനത് പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ, ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. ഇതിൽ നമുക്ക് വീക്കിലി ഇങ്ങനെ വീക്കായിട്ട് പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി പ്ലാനർ ഉണ്ട്, അതിൽ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് യൂസ് ചെയ്ത് തുടങ്ങാം. ഇത് മെയിൻ കലണ്ടറായിട്ടും കലണ്ടർ പോലെയും അതുപോലെ തന്നെ ഇത് ടു ഡു ലിസ്റ്റും പ്ലസ് തിങ്സ് ടു റിമെമ്പർ ആയിട്ട് കീപ്പ് ചെയ്യണം എന്നാണ് ഇപ്പോൾ പ്ലാന്. ഞാൻ ചെയ്ത് നോക്കട്ടെ എത്രത്തോളം മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം ഇതുകൊണ്ട് ഉപകാരം ഉണ്ട് എന്നുള്ളത് നോക്കട്ടെ. പക്ഷേ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എങ്ങനെയായാലും ടോപ്പേഴ്സിന് നോക്കിക്കഴിഞ്ഞാൽ ഓർക്ക് നല്ല പക്കായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് സ്കില്ലുണ്ട്, അത് മനസ്സിലാക്കുക. ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ കുറച്ച് പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം മെയിനായിട്ട് മനസ്സിലുണ്ടാവേണ്ടത്. ഒന്ന്, ഇത് ഹൈലി ഫ്ലെക്സിബിൾ ആവണം. നമുക്ക് അതിൻ്റെ ഇടയിൽ ഓരോ പരിപാടികൾ വരികയാണ്, നമ്മൾ വിചാരിച്ച പോലെ ടു ഡു ലിസ്റ്റ് അതേപോലെ തന്നെ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ രാവിലെ 9 മണി തൊട്ട് 10 മണി വരെ തന്നെ നമ്മൾ ഈ പഠിക്കാൻ വിചാരിച്ചു. പക്ഷേ നമുക്കൊരു അത്യാവശ്യ ഘട്ടം വന്നു, എന്തോ ഒരു പ്രശ്നം വന്നാണ്ട് 9:30 ആയി, എന്നിട്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങി വെച്ചാൽ അന്നത്തെ ദിവസം പോയി എന്നല്ല. നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം, നമുക്ക് തന്നെ മാറ്റാൻ പറ്റണം. ഇതൊരു ഔട്ട്ലൈനാണ്, ഒരു ഫ്രെയിം വർക്കാണ്, ഏകദേശം ഈ രീതിയിലാണ് പോകേണ്ടതെന്നുള്ളൊരു ഗൈഡ്. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഔട്ട്ലൈൻ തയ്യാറാക്കുക എന്നുള്ളൂ ഈ ടു ഡു ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഒരു ദിവസം ഒരു 5 to 10 മിനിറ്റ് എടുക്കാൻ പാടുള്ളൂ, അത്രേ എടുക്കുകയുള്ളൂ. നമ്മളൊരു രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അതേപോലെ തന്നെ രാവിലെയും ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതുകൊണ്ട് ഉള്ളൊരു മെയിൻ ഗോൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായി ചെയ്യും, അത് വേറെ, അത് മെയിൻ ബെനിഫിറ്റ്. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിലാണ് എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ബ്രെയിനിന് ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ എടുത്തു വെക്കണതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ ബ്രെയിന് ശരിക്കും നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്, ശരിക്കും പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റിവിറ്റി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഒരു എക്സാം ഡേറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ദിവസം വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ടെസ്റ്റ് വരുന്നുണ്ട്, എന്തോ ആയിക്കോട്ടെ, നമ്മൾ ബ്രെയിനിൽ ഇങ്ങനെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കും, ടെൻഷൻ അടിക്കും, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൈകാര്യം. അതുപോലെ തന്നെ മറന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. തലേന്നൊക്കെ കൈകാര്യം ചിലപ്പോൾ ഓർമ്മ വരിക, അല്ലെങ്കിൽ അന്ന് രാവിലെ അവിടെ ചെല്ലുമ്പോഴേക്കാരും ആരെങ്കിലും പറയുമ്പോൾ ഓർമ്മ വരിക. അപ്പോൾ ഈ ഒരു സംഭവം അവോയ്ഡ് ചെയ്യാൻ നമ്മളെ മൈൻഡിൽ നിന്ന് ആ സ്ട്രെസ് ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അത് പേപ്പറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എപ്പോൾ, എവിടെ, എത്ര ടൈം പഠിക്കും, അതായത് വെൻ, വേർ, ഹൗ ലോങ് യു സ്റ്റഡി. അപ്പോൾ എപ്പോൾ പഠിക്കും എന്നുള്ളതിന് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു ആൻസർ എന്നുള്ളത് ഏർലി ആസ് പോസിബിൾ. ഇപ്പോൾ ഞാനൊരു മോർണിംഗ് പേഴ്സണാണ്, ഞാൻ രാവിലെ നേരത്തെ എണീക്കുന്ന ആളാണ്. ഞാൻ 4 മണിക്ക്, 5 മണിക്ക്, 6 മണിക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് എണീക്കും. അതായത് നോർമൽ ദിവസങ്ങളിൽ 5 മണിക്കൊക്കെ, അതുപോലെ എക്സ്ട്രാ വർക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ 4 മണിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു 5 to 6 ഉള്ളിൽ നോർമലി അങ്ങനെ എണീക്കുന്ന ആളാണ്. പക്ഷേ എല്ലാവരും സംബന്ധിച്ച് അങ്ങനെ ആവില്ല. അപ്പോൾ ഞാൻ ഏർലി ആസ് പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ അർത്ഥം രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുക എന്നല്ല. പല ആൾക്കാരും രാവിലെ എണീക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. ചിലവർക്ക് 5 മണിക്കായിരിക്കും, ചിലവർക്ക് 6 മണിക്കായിരിക്കും, ചിലവർക്ക് 7 മണിക്കായിരിക്കും കംഫർട്ടബിൾ ഉണ്ടാവുക. അപ്പോൾ അത് ഞാൻ പറയണില്ല നിങ്ങൾ ഏർലി റൈസർ ആവണമെന്നോ അല്ലെങ്കിൽ നൈറ്റ് ഓൾ ഉള്ളത് മാറ്റി വെക്കണമെന്നോ ഞാൻ പറയണില്ല. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റേക്കുന്നു നമ്മളെ ബ്രെയിന് ഫ്രഷ് അല്ലേ, അവിടെ വേറെ ഇൻപുട്ടുകൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, നമ്മൾ വേറെ ഒന്നിനും നമ്മൾ എനർജി യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു രാവിലെ എണീറ്റ് ഒരു കുറച്ച് നേരം ഒരു സ്ലീപ്പിനെസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബ്രെയിന് ആക്റ്റീവുമാണ്, അതുപോലെ തന്നെ ഫ്രഷുമാണ്. അപ്പോൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം നമുക്ക് കൂടുതൽ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഇനി അതേസമയം നൈറ്റ് ഔൾസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഫോക്കസ് കിട്ടും, ആൾക്കാരെ ശല്യമൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മളെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ആ സമയത്തേക്ക് എത്തുന്നത്, രാത്രിയിലേക്ക് എത്തുന്നത്. നമ്മൾ രാവിലെ ഓരോ ക്ലാസ്സിലൂടെ പോകുന്നു, അസൈൻമെൻറ്റുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യുന്നു, അതേപോലെ തന്നെ ആൾക്കാരോട് സംസാരിക്കുന്നു, എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ നൈറ്റിൽ നമുക്ക് സ്റ്റഡി ടൈം വരുന്നത്. അപ്പോൾ നമ്മളെ ബ്രെയിനിൻ്റെ പവർ ഏകദേശം യൂസ് ചെയ്തു എന്നിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോഴും, അതുപോലെ തന്നെ രാവിലെ നേരത്തെ എണീറ്റ് ഫ്രഷ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോഴും നല്ല വ്യത്യാസം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക എന്താ വെച്ചാൽ ഏർലി ആസ് പോസിബിൾ. നേരത്തെ എണീക്കണം എന്നല്ല, പക്ഷേ എണീറ്റിട്ട് ഏർലി ആസ് പോസിബിൾ നിങ്ങൾ ആ ഒരു ടൈം പീരീഡിൽ എന്ത് ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് പഠിക്കാൻ അപ്പോൾ കൊടുക്കുക. ഇപ്പോൾ എപ്പോൾ പഠിക്കണം എന്നുള്ളതിന് ആൻസർ കിട്ടി. ഇനി എവിടെ പഠിക്കണം അല്ലെങ്കിൽ വേറെന്നുള്ള ക്വസ്റ്റ്യന് എന്താ ആൻസർ വെച്ച് കഴിഞ്ഞാൽ ഐസൊലേഷനിൽ പഠിക്കുക. അതാണ് അതിന് ഉത്തരം. അതായത് ഇന്ന സ്ഥലം എന്നല്ല, പക്ഷെ പഠിക്കുമ്പോൾ ഡീപ്പായിട്ടുള്ള സ്റ്റഡിങ് ആണ്. സ്യൂഡോ സ്റ്റഡിങ്ങോ ഷാലോ വർക്ക് അല്ല നിങ്ങൾ ചെയ്യുന്നത്, ഡീപ്പ് സ്റ്റഡിങ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ അതിൻ്റെ ഉത്തരം മനസ്സിലാക്കണം, അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ആ പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾ തന്നെ അതിൻ്റെ സ്റ്റെപ്സ് മനസ്സിലാക്കണം. അത് നമുക്ക് വേറെ ആരും പറഞ്ഞു തരാൻ പറ്റില്ല. ശരിയാണ്, നമുക്ക് ഡൗട്ടുകളുണ്ട്, നമുക്ക് എല്ലാവരും കൂടി ഉണ്ടായിക്കാണ്ട് സോൾവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. അവിടെ കമ്പൈൻ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ ടോപ്പിക്കുകൾ പഠിക്കേണ്ടത് നമ്മൾ ഐസൊലേഷനിൽ പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പക്കായിട്ട് ആ കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റൂംമേറ്റ്സ് ഉണ്ടാവും, ഒറ്റയ്ക്ക് ഐസൊലേഷനിൽ പഠിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല, സിറ്റുവേഷൻ ഉണ്ടാവില്ല. വീട്ടിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തം പഠിക്കാനൊരു റൂമായിട്ട് ഐസൊലേഷനിൽ പഠിക്കാനൊരു റൂം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ
ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏർലി മോർണിംഗിൽ എണീക്കേണ്ടി വരും, എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് എണീക്കേണ്ടി വരും, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഇരിക്കേണ്ടി വരും, സ്വാഭാവികം. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഐസൊലേഷനിൽ പഠിക്കാൻ നോക്കുക. അതാണ് ഡീപ്പ് വർക്ക് ചെയ്യാൻ, കോൺസെൻട്രേഷൻ ചെയ്യാൻ, എല്ലാം പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് വേ. ഇനി ഹൗ ലോങ് ഷുഡ് യു സ്റ്റഡി, അല്ലെങ്കിൽ എത്ര നേരം പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ടെക്നിക്ക് ഉണ്ട്, ഏത് പൊമഡോറോ ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാവും, 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, 50 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ആക്ച്വലി അങ്ങനൊരു ഇന്ന ലിമിറ്റ് എന്ന് ഞാൻ പറയണില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കംഫർട്ടബിളായ രീതിയിലുള്ള ടൈം ഫോളോ ചെയ്യുക. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഫോക്കസ് ആയിട്ടുള്ള ഒരു ബേസ്റ്റ് പീരീഡ് വേണം, അതുപോലെ തന്നെ ഒരു റെസ്റ്റ് പീരീഡ് വേണം. അതായത് അത്ലറ്റ്സ് ട്രെയിൻ ചെയ്യണ മാതിരി, അത്ലറ്റ്സ് ട്രെയിൻ ചെയ്താണ്ട് പിന്നെ ഒരു സ്പ്രിൻറ്റ് സെഷൻ ഉണ്ടാവും, ട്രെയിനിങ് സെഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞ് റെസ്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു സ്പ്രിൻറ്റ് ചെയ്യും, പിന്നെ റെസ്റ്റ് എടുക്കും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ 90 മിനിറ്റോ എങ്ങനെ വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. ഞാൻ എക്സാമ്പിൾ പറയാണ്, എത്ര ടൈം നിങ്ങൾക്ക് ചെയ്യാം. ഒരു മേജർ പോർഷൻ പഠിക്കുക, അതുപോലെ കുറച്ച് ടൈം റെസ്റ്റ് എടുക്കുക. മേജർ പോർഷൻ പഠിക്കുക, കുറച്ച് ടൈം റെസ്റ്റ് എടുക്കുക. അപ്പോൾ നോർമലി കോമൺ ആയിട്ട് മൂപ്പരെ ബുക്കിൽ പറയുന്നത് കുട്ടികൾ ഫോളോ ചെയ്യുന്നത് ഒരു 30 മിനിറ്റ് മുതൽ ഒരു 1-1.5 മണിക്കൂർ വരെയൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഒരു എന്ത് ചെയ്യും, ഒരു ബ്രേക്ക് എടുക്കും, അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ എന്താ സംഭവിക്കുക, 2 കാര്യങ്ങളാണ് മെയിനായിട്ട്. ഒന്ന്, നമ്മൾ എഫിഷ്യൻസി കൂടും. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ യൂട്യൂബിൽ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ ടൈം കഴിയുന്തോറും, കുറേ നേരം കഴിയുന്തോറും നമ്മൾ എഫിഷ്യൻസി ഇങ്ങനെ കുറഞ്ഞ് വരികയായിരിക്കും. പിന്നെ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുമ്പോൾ വിത്തൗട്ട് ടെക്നോളജി നമ്മൾ എന്തെങ്കിലും നോവലോ ഫണ്ണി ആയിട്ടുള്ള സംഭവം ഫിക്ഷനോ വായിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഫാമിലിൻ്റെ ഒപ്പം കുറച്ച് നേരം സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പുറത്തൊക്കെ പോയി വരിക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഫിഷ്യൻസി വീണ്ടും മുകളിൽ തന്നെ എത്തും. നമ്മളെ പഠിത്തം വീണ്ടും നല്ല ഫോക്കസിലേക്ക് വരും. രണ്ടാമത്തെ ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആൻഡ്രി ഹ്യൂബർമാൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്തൊരു കാര്യം പഠിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് ടൈം നമ്മളെ ബ്രെയിനിന് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഇൻപുട്ടും ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ, ഇൻഫർമേഷൻ ഒന്നും വരാതെ കുറേ നേരം പഠിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മളെ ബ്രെയിനിൻ്റെ ഉള്ളിൽ 10 to 20x അല്ലെങ്കിൽ 10 to 20 ടൈംസ് ഫാസ്റ്റായിട്ട് നമ്മൾ പഴയ കാസറ്റൊക്കെ ബാക്കൊക്കെ പ്ലേ ചെയ്യില്ല, അല്ലെങ്കിൽ പഴയ CD ഒക്കെ ബാക്കൊക്കെ പ്ലേ ചെയ്യണ മാതിരി ഉണ്ടല്ലോ, അതേപോലെ ഒരു പ്ലേ ബാക്ക് നടക്കുന്നുണ്ട് നമ്മുടെ മൈൻഡിൽ. 10 to 20x സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, 10 മിനിറ്റ് കൊണ്ട് പഠിച്ച സാധനം, അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് പഠിച്ച സാധനം 1 മിനിറ്റ് കൊണ്ടൊക്കെ ഒറ്റയടിക്ക് എന്താവും മൈൻഡിൽ പ്ലേ ബാക്ക് കൊടുക്കും. അപ്പോൾ നമ്മളൊരു 30 മിനിറ്റൊക്കെ പഠിച്ചാണ്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സാധനം ഒന്നുകൂടി നമ്മളെ മൈൻഡിൽ എന്താവും, കുറച്ചുകൂടി ഫിക്സഡ് ആവും. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം കൂടിയുണ്ട്. ഇനി ടോട്ടൽ എത്ര മണിക്കൂർ പഠിക്കണം എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ആക്ച്വലി ജെനുവിൻലി ഇപ്പോൾ എനിക്കുള്ള നോളജ് വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് ക്ലാസ്സിലെടുത്ത സംഭവങ്ങൾ ഞാൻ അസ്യൂം ചെയ്യണം, നിങ്ങൾക്ക് ക്ലാസ്സും ഉണ്ട് അതിൻ്റെ ഒപ്പം നിങ്ങൾ പഠിക്കണം എന്നുള്ളത്. ഇന്ന് ക്ലാസ്സിലെടുത്ത സംഭവങ്ങൾ റീകോൾ ചെയ്യാൻ, എടുത്തത് മനസ്സിലാക്കാൻ, എന്തൊക്കെ എടുത്തതെന്നുള്ളത് റീകോൾ ചെയ്യാൻ, ചിന്തിക്കാൻ ഒരു അരമണിക്കൂർ ടു 1 മണിക്കൂർ ഉറങ്ങുന്നതിന് മുമ്പ്. പിന്നെ രാവിലെ എണീറ്റിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു 1 മണിക്കൂർ പഠിക്കാനും, പിന്നെ ഒരു 1 മണിക്കൂർ ഹോംവർക്ക് ചെയ്യാനും മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു 2, 2.5, 3 മണിക്കൂർ മാക്സിമം ആ ഒരു ലെവലിക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ടോപ്പർ ആവാൻ പറ്റും. ആക്ച്വലി സിസ്റ്റമാറ്റിക്കലി നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചാണ് പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ ഒരു കേസ് തന്നെ എടുക്കുകയാണെന്ന് വിചാരിച്ചോ. എനിക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയണേ, രാവിലെ 9:30 മുതൽ 5:30 വരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം. അപ്പോൾ അവിടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ രാവിലെ എണീറ്റിട്ടുള്ള ടൈമും പിന്നെ ഉറങ്ങുന്നതിന് മുമ്പുള്ള ടൈമാണ് എനിക്കുള്ളത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു ടോപ്പ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. രാവിലെ 9:30 ഞാൻ ക്ലാസ്സിൽ പോയി, 5:30 വരെ ക്ലാസ്സിലിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ വീട്ടിൽ വരാൻ, അങ്ങനത്തെ ഒരു ടൈം കൂട്ടാം. അത് കഴിഞ്ഞിട്ട് ഒരു 6 to 7 ഒരു 1 മണിക്കൂർ ഞാൻ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി കൊടുക്കും. ഒന്ന് ഫുട്ബോൾ കളിക്കാനോ, അല്ലെങ്കിൽ ജിമ്മിൽ പോകാനോ, അല്ലെങ്കിൽ കുളത്ത് ചാടാൻ പോകാനോ, എന്തോ ആയിക്കോട്ടെ, ഒന്ന് സോഷ്യലൈസ് ചെയ്യാനുള്ള, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു സംഭവം കൊടുക്കും. ഒരു 1 മണിക്കൂർ കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കാം, നമ്മളെ സ്ട്രെസ്സ് കുറയും, അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഓരോന്നിൻ്റെ പോയിന്റുകൾ. അങ്ങനെ 1 മണിക്കൂർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഏകദേശം ഒരു 7 മണിക്ക് എത്തിയെന്ന് വിചാരിച്ചോ. ഈ 7 മണിക്ക് ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി ഒരു അരമണിക്കൂർ, ഒരു 7 മണി തൊട്ട് 7:30 വരെ, അല്ലെങ്കിൽ 7:30 തൊട്ട് ഒരു 8 മണി വരെ, അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ ഞാൻ ഇരുന്നിട്ട്, ഞാൻ എൻ്റെ ടേബിളിൻ്റെ അവിടെ ഇരുന്നിട്ട് ഞാൻ ഫ്രഷ് ആയതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇന്ന് ക്ലാസ്സിൽ എന്തൊക്കെയാണ് എടുത്തത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ റീകോൾ ചെയ്തു. ഓക്കെ, ഇന്ന് ഇന്നെ കൺസെപ്റ്റ് പഠിപ്പിച്ചു, ഇന്ന് സാർ ഇന്നെ പ്രോബ്ലംസ് ചെയ്യിപ്പിച്ചു എന്ന് ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്താണ്ട്, അല്ലെങ്കിൽ റീകോൾ ചെയ്താണ്ട് ഞാൻ മനസ്സിലാക്കി, ഒന്നുകൂടി ചിന്തിച്ചുകൊണ്ട് എടുത്തു. അപ്പോൾ ആക്റ്റീവ് റീകോളിംഗ് എന്ന് പറഞ്ഞ സംഭവം അറിയാലോ, അതായത് ഓൾറെഡി എടുത്ത സംഭവങ്ങളെ നമ്മളെ മനസ്സിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടി നമ്മളെ ബ്രെയിനെ റിമൈൻഡ് ചെയ്യണത്. അപ്പോൾ അത് ചെയ്തു. ഒരു അരമണിക്കൂർ ടു 1 മണിക്കൂർ ചെയ്തു. എന്നിട്ട് ഒരു 8 മണിയൊക്കെ വിചാരിച്ചോ. എന്നിട്ട് 8 മണിക്ക് ഫുഡ് കഴിച്ചു. എന്നിട്ട് ഞാൻ ഒരു 9:30 10 മണിക്കോ ഉറങ്ങി എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം അരമണിക്കൂർ ടു 1 മണിക്കൂറെ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ഈ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 8-8:30 ആയപ്പോഴത്തേനും കഴിഞ്ഞു എന്ന് വിചാരിച്ചോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ റീകോൾ ചെയ്തിട്ട് എനിക്ക് കിട്ടാത്ത സംഭവങ്ങൾ, ആലോചിച്ചിട്ട് ഓർമ്മ വരാത്ത സംഭവങ്ങൾ ഞാനൊരു നോട്ട് കീപ്പ് ചെയ്യും, ഒരു ലെക്ചർ നോട്ട്. അതിൻ്റെ കാര്യം അടുത്ത ഇതിൽ പറഞ്ഞുതരാം, അടുത്ത പോയിൻ്റ് ആയിക്കാണ്ട് ആ ലെക്ചർ നോട്ടിൽ നോക്കിയിട്ട് ഓക്കെ എനിക്ക് ഓർമ്മ വരാത്ത എന്താ ഉള്ളത് അത് ജസ്റ്റ് അതിൽ നോക്കി. അപ്പോൾ അത് ഓർമ്മ വന്നു. എന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഏകദേശം ഒരു 10 മണി അല്ലെങ്കിൽ 9:30 ആയപ്പോൾ ഞാൻ ഉറങ്ങി എന്ന് വിചാരിച്ചു.
എന്നിട്ട് ഞാൻ എണീക്കണ എപ്പോഴും അറിയും ഒരു 6 മണിക്കോ അല്ലെങ്കിൽ 5:30 കയറും. അതായത് 8-8.5 മണിക്കൂർ ഞാൻ ബെഡിൽ കിടക്കണു. ഒരു 8 മണിക്കൂർ കിടക്കുമെന്ന് വിചാരിക്കും ആവറേജ്. അതായത് എനിക്കൊരു 7 to 7:30 വരെ മണിക്കൂർ സ്ലീപ്പ് കിട്ടുന്നുണ്ട്. ടൈം ഇൻ ബെഡ് ഈസ് നോട്ട് ഈക്വൽ ടു ടൈം ഓഫ് സ്ലീപ്പ്. അപ്പോൾ നമ്മളൊരു 1/2 മണിക്കൂർ ടു 3/4 മണിക്കൂർ കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 7:15-7:30 മണിക്കൂർ എനിക്ക് ഉറക്കം കിട്ടി വിചാരിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ഒരു മണിക്കൂർ കൊണ്ട് കുളിച്ച് ഫ്രഷായി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു മണിക്കൂർ പഠിക്കാനിരിക്കും. ആക്ച്വൽ സ്റ്റഡി ഇവിടെ നടക്കുന്നത്. അപ്പോൾ രാത്രി ചെയ്തത് റീകോളിംഗ് ആണ്, അന്നെടുത്തത് ഇന്നെ റിമൈൻഡ് ചെയ്തതാണ്. അപ്പോൾ രാവിലെ ആക്ച്വലി എടുത്തത് എന്ത് ചെയ്യുന്നു, റീഡ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. മെമ്മറൈസിങ്ങും മനസ്സിലാക്കുന്നതും വ്യത്യാസമുണ്ട്. എന്നിട്ട് അപ്പോൾ ഒരു 7 മണിക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 to 8 അതിന് വേണ്ടി ടൈം ചിലവാക്കുന്നു, സ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഒരു 8 മണി തൊട്ട് ഒരു 9 മണി വരെ ഞാൻ എന്ത് ചെയ്യുന്നു, ഹോംവർക്ക് ചെയ്യുന്നു. ചിലപ്പോൾ 1/2 മണിക്കൂർ എടുക്കുള്ളൂ, ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കാം. ഞാൻ ഹോംവർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 1/2 മണിക്കൂർ 9:30 ആകുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തുന്നു. പിന്നെ അവിടെ ക്ലാസ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ 7.5 to 8 മണിക്കൂർ ഉറക്കം കിട്ടി. ഞാൻ ആകെ ഒരു 2 to 3 മണിക്കൂറെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ടോട്ടൽ സ്റ്റഡിയിങ്, ഹോംവർക്ക് ഉൾപ്പെടെ. പിന്നെ എനിക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി അവിടെ വന്നു, അതുപോലെ തന്നെ എനിക്കവിടെ സോഷ്യലൈസിങ് വന്നു. ഇനി ഇത് വീക്കെൻഡുകളാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 3-4 മണിക്കൂർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എനിക്ക് എന്ത് ചെയ്യാം, ഫ്രീ ടൈം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം പഠിക്കണ കാണാൻ പറ്റില്ല. പക്ഷേ ഈ പഠിച്ച രീതി എങ്ങനെ അറിയോ, ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡാണ്. ദ ബെസ്റ്റ് മെത്തേഡ് തന്നെ പറയാം. നമ്മളെ മൈൻഡിൽ ഉള്ള സാധനങ്ങൾ നമ്മൾ മറക്കാതെ അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ ഫിക്സ്ഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയ സംഭവം എന്ന് പറയുന്നത് വീണ്ടും വായിക്കലല്ല. അതിന് പകരം ഒരു വട്ടം അത് മനസ്സിലാക്കി പിന്നീട് നമ്മൾ അതിനെ ആക്റ്റീവ് റീകോൾ ചെയ്യുക. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് കണ്ട് പിന്നെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് സംഭവം. അപ്പോൾ അത് നമ്മളവിടെ ചെയ്തു രാത്രി ഉറങ്ങണതിന് മുമ്പ്. പിന്നീട് നമ്മൾ നല്ല ഉറക്കം ഉറങ്ങി, 7 to 8 മണിക്കൂർ ഉറങ്ങി. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക, നല്ല ഡീപ്പ് സ്ലീപ്പിലാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കൺസോൾഡേറ്റ് ചെയ്യുക, സോൾഡിഫൈ ചെയ്യുക. അതായത് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ മാത്രം നമുക്ക് കിട്ടിയ ഇൻപുട്ടുകളൊക്കെ ഒന്നുകൂടി ഉറപ്പിക്കാൻ രണ്ടാമത്തെ സംഭവമാണ് എന്ത് നമുക്ക് വേണ്ടത്, ഡീപ്പ് സ്ലീപ്പ്. അതവിടെ കിട്ടി. 7 to 8 മണിക്കൂർ. അതായത് ഇന്ന മണിക്കൂർ എന്നൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ചില ആൾക്കാർക്ക് 6 മതിയാവും, ചില ആൾക്കാർക്ക് 9 മണിക്കൂർ കിടക്കേണ്ടി വരും. എങ്ങനെയാണോ നിങ്ങൾക്ക് റെസ്റ്റഡായി ഫീൽ ചെയ്യുന്നത് ആ ഒരു അളവിൽ ആവറേജ് പറയുകയാണെങ്കിൽ 7 to 9 hours സ്ലീപ്പ് കിട്ടി. അപ്പോൾ അവിടെ അത് റെഡി ആയി. ഇനി അത് മാത്രമല്ല, സ്ലീപ്പിൻ്റെ വേറെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ കോൺസെൻട്രേഷൻ, അവേക്ക്നെസ് അല്ലെങ്കിൽ വെയ്ക്ക്ഫുൾനെസ്, നമ്മൾ എത്രത്തോളം അലേർട്ടായി നിൽക്കുന്നു എന്നുള്ളത്, നമ്മളെ പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ഈ സാധനങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരാളാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ബിഫോർ ലേണിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ. ആഫ്റ്റർ ലേണിങ്ങും ആ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യാനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് രണ്ടും അവിടെ നടന്നു. ഇനി അടുത്തതാണ്, രാവിലെ എണീറ്റിട്ട് നമ്മൾ ആക്ച്വലി 1 മണിക്കൂർ പഠിച്ചു. നല്ലൊരു സ്ലീപ്പും നല്ല ഇതൊക്കെ കിട്ടിയ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കൊരു 1 മണിക്കൂർ ഡീപ്പ് വർക്ക് മതി നല്ല ക്വാളിറ്റിയുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോംവർക്കും ചെയ്തു. പിന്നീട് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പോയി. നമ്മൾ ഒരു സോഷ്യൽ ബീങ്സ് ആണ്, അപ്പോൾ നമുക്ക് സോഷ്യൽ കാര്യങ്ങൾ നടക്കണം, ആൾക്കാരായിട്ടും ഇടപഴകണം. അപ്പോൾ ആ ഒരു സംഭവം, ആ ഒരു ഭാഗവും എന്താ പറയുക, നമ്മൾ ഫുൾഫിൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെ നടന്നു ഇങ്ങനെ. പക്ഷേ നമുക്ക് ഭയങ്കര രീതിയിൽ ബോറിംഗ് ആയിട്ടുള്ള ഒരു ദിവസം അല്ലേലും. അങ്ങനെ ഒരു ദിവസത്തിലൂടെ പോയി പക്ഷേ ഒരു ടോപ്പറും ആവുക എന്നുള്ളത് എത്ര അടിപൊളിയാണ്. എന്നാൽ അതേസമയം സാധാരണ സ്റ്റുഡൻസിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം, റൂട്ടീൻ ഞാൻ പറഞ്ഞുതരാം. ഒരു 5 to 6 മണിക്കൂറൊക്കെ ബെഡിൽ കിടക്കുള്ളൂ. കാരണം എന്താ, ഇവിടെ ഞാനത് ചെയ്ത ആളാണ്, ഞാൻ എൻ്റെ മിസ്റ്റേക്ക് എന്നാണ് പറഞ്ഞത്, അതാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. 5 to 6 മണിക്കൂറേ ഉറങ്ങുള്ളൂ അല്ലെങ്കിൽ കിടക്കുള്ളൂ. അതിലൊരു 5 അല്ലെങ്കിൽ 4 മണിക്കൂർ ഉറക്കം കിട്ടുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് 6 മണിക്കൂർ 7 മണിക്കൂർ പഠിക്കും. ഓക്കെ, ക്രാം ചെയ്യും അധികം, അതായത് മനസ്സിലാക്കി പഠിക്കുന്നതിനെക്കാട്ടും ക്രാം ചെയ്യും. പിന്നീട് ഈ കുറച്ച് ഉറങ്ങുന്നതുകൊണ്ട് ക്ലാസ്സിൽ പോയിക്കാണ്ട് കോൺസെൻട്രേഷനും കിട്ടില്ല, വേക്ക്ഫുൾനെസ്സും ഉണ്ടാവില്ല. വീട്ടിൽ വന്നാണ്ട് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും റീഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ റീഡ് ചെയ്ത് മനസ്സിലാക്കേണ്ടി വരും. സാറ് പറഞ്ഞൊന്നും കത്തിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ സോഷ്യൽ ലൈഫ് ആണെന്നുണ്ടെങ്കിലും, ഫ്രീ ടൈം ആണെന്നുണ്ടെങ്കിലും, ഫിസിക്കൽ ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിലും, സ്ലീപ്പ് ആണെന്നുണ്ടെങ്കിലും ഇതൊന്നും മര്യാദക്ക് കിട്ടണമുണ്ടാവില്ല, വേണ്ടത്ര കിട്ടണമുണ്ടാവില്ല. മറ്റേ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും, അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എക്സാം വരുമ്പോൾ എന്നിട്ട് മറ്റവർക്ക് കയറാൻ നല്ല മാർക്ക് ഉണ്ടാവുക. ഞാൻ ആദ്യം പറഞ്ഞ റൂട്ടീനിൽ വർക്ക് ചെയ്യണവർക്ക്. അപ്പോൾ അതാണ് ടോപ്പ് സ്റ്റുഡൻസും അതുപോലെ വെറും ഹാർഡ് വർക്ക് മാത്രം ചെയ്യണവരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഹാർഡ് വർക്ക് മാത്രമല്ല ജീവിതത്തിൽ പ്രാധാന്യം, ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും വേണം. ഇനി മൂന്നാമത്തെ സംഭവമാണ് ടേക്കിംഗ് നോട്ട്സ് എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, നമ്മൾ റീകോളിങ്ങിൻ്റെ സെക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ത്, ഒരു നോട്ട് നമ്മൾ കീപ്പ് ചെയ്യും. എന്നിട്ട് പിന്നെ നമുക്ക് ഓർമ്മ വരാത്ത സംഭവങ്ങൾ അതിൽ നോക്കിയിട്ട് നമുക്ക് ആ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഗ്യാപ്പുകളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യും എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഈ നോട്ടുകൾ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ലെക്ചർ നോട്ട് കീപ്പ് ചെയ്യണം ക്ലാസ്സിൽ. അപ്പോൾ സാർമാർ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് പോയിന്റുകൾ നോട്ട് ചെയ്യുക. അതെങ്ങനെ,
ഞാൻ കണ്ടിരിക്കുന്ന പല ആൾക്കാരും ഞാനും അതുപോലെ ചെയ്തിരിക്കണ എന്ത് പറയുന്നതൊക്കെ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ എല്ലാ പോയിന്റുകളും എഴുതിയെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ബുക്ക് വായിക്കുമ്പോൾ പല ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്, എനിക്ക് മെസ്സേജ് വരലുണ്ട് ഈ ബുക്ക് വായിക്കുമ്പോൾ നോട്ട് കീപ്പ് ചെയ്യലുണ്ടോ എന്നൊക്കെയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പോലെ അധികം ആൾക്കാരും നോൺ ഫിക്ഷനൊക്കെ വായിക്കുമ്പോൾ അതിൽ കിട്ടുന്ന എല്ലാ സാധനവും അതിൽ ഫുൾ ഇൻഫർമേഷൻ തന്നെ കയറും. ആ ഫുൾ ഇൻഫർമേഷൻ എഴുതാൻ നിന്ന് നമുക്ക് എന്തിനും നേരം ഉണ്ടാവുക, ഒന്നിനും നേരം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ക്ലാസ്സിൽ എടുക്കുന്ന ഫുൾ എഴുതാൻ നിന്നാൽ ഒന്നിനും നേരം ഉണ്ടാവില്ല. അപ്പോൾ ലെക്ചർ നോട്ട് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷോർട്ട് ഫോമിൽ അല്ലെങ്കിൽ സ്മോൾ കോഡായി കാണ്ടോ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, കാരണം നമുക്ക് മാത്രം വായിക്കാനുള്ളതാണ്, നമുക്ക് മനസ്സിലായാൽ മതി രീതിയിൽ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് റെഫർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ റീകോൾ ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എംഫസിസ് കൊടുത്തുകൊണ്ട് സാർമാർ ചില കാര്യങ്ങൾ പറയും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പ്രൊഫസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് പരിചയം ഉണ്ടാവും, കുറേ മുമ്പ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന പാറ്റേൺ പരിചയം ഉണ്ടാവും. അപ്പോൾ ചില ഏരിയാസ് ആകുമ്പോൾ എത്തുമ്പോൾ ഓല് പറയുന്നത് പറയും ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത് നല്ല വരാൻ ചാൻസ് ഉണ്ട്, ഇത് നല്ല നോക്കിക്കോളി എന്ന് പറയുണ്ടാവും. പക്ഷേ അധികം ആൾക്കാർ ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ ഇങ്ങനെ കെയർലെസ് ആയി കൊണ്ടുവിടും. അപ്പോൾ ആ സമയത്ത് ആ ലെക്ചർ നോട്ടിൽ ആ ഭാഗം ഏതാണെന്നുള്ളത് എഴുതിയിരിക്കാം. ഒരു സെൻറ്റൻസ് ഫുള്ള് എഴുതിയിരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ പറഞ്ഞ എന്താണോ അത് എഴുതിയിരിക്കുക, അതിന് വേണ്ടി ശ്രമിക്കുക. ഒരുപാട് എഴുതാൻ നിന്നാൽ പിന്നെ ക്ലാസ് എടുക്കുന്ന സംഭവങ്ങൾ നമുക്ക് മിസ്സാവും. അതുപോലെ തന്നെ ടീച്ചർ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് തരുമ്പോൾ, പ്രോബ്ലത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളടുത്തൊരു വർക്ക് ബുക്ക് ഉണ്ടാവും, പിന്നെ നമുക്കൊരു നോട്ട് ഉണ്ടാവും വിചാരിച്ചു. അപ്പോൾ ആ വർക്ക് ബുക്കത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ടീച്ചർ ചെയ്തു തന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ആൻസർ എഴുതിയിരിക്കുമ്പോൾ എന്ത് ചെയ്യാം, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്തതെന്നുള്ളത് മലയാളത്തിൽ അപ്പം നമുക്ക് ഓർമ്മ ഉണ്ടാവും. സാറ് പറഞ്ഞതെന്ന് അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞതെന്ന് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ചങ്ങായി ഉണ്ടായിരുന്നു, ഓൻ അടിപൊളി, ഓന് നല്ല മാർക്കുണ്ടായിരുന്നു, അടിപൊളി ചങ്ങായോ. അപ്പോൾ ഓൻ ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. ഓൻ ഭയങ്കര ഹമ്പിളാണ്, അങ്ങനെ വലിയ ജാടയോ കാര്യങ്ങളോ പഠിപ്പിച്ച ആളെ ജാടയോ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആൾ, നമുക്കൊക്കെ പറഞ്ഞു തരും, പക്ഷേ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ ഓൻ ചെയ്യുന്നൊരു സംഭവം ഞാൻ കണ്ടതാണ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഓൻ അതിൻ്റെ ഇടയിൽ ഒരു ചോപ്പ് ഇങ്കോണ്ടോ ഒക്കെ എന്ത് ചെയ്യും, ഇതെങ്ങനെ ചെയ്തെന്നുള്ളത് മലയാളത്തിൽ പച്ച മലയാളത്തിൽ ഓനക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആദ്യം എന്ത് ചെയ്തു, ആദ്യം എങ്ങനെ ഈ അക്കൗണ്ടുകൾ എടുത്തു, അക്കൗണ്ട് വരച്ചു, എന്നിട്ട് ബാലൻസുകളൊക്കെ വരച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ അസറ്റുകളൊക്കെ ആഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ മെർജർ ചെയ്തു, എന്നിട്ട് നമ്മൾ അങ്ങനെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, ആ പ്രോബ്ലത്തിൻ്റെ അടിയിൽ സാർ ഏകദേശം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ തരും ഓരോ പ്രോബ്ലം ചെയ്ത് നോക്കാൻ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് അല്ലെങ്കിൽ ആ ബോർഡിൽ എഴുതിയത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൈം കൊണ്ട് ഞാൻ അങ്ങനെ എഴുതി വെക്കും, മലയാളത്തിൽ എഴുതി വെക്കും. അപ്പോൾ ഇതിൻ്റെ മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം പേപ്പേഴ്സൊക്കെ നമുക്ക് അപ്പം എല്ലാം കത്തും. പിന്നെ നമ്മൾ വീട്ടിൽ പോയി കണ്ടോ അല്ലെങ്കിൽ എക്സാമിന് മുമ്പ് നോക്കുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, ഇത് എങ്ങനെ ചെയ്ത ഒരു കഥയുണ്ടാവില്ല. അപ്പോൾ അതേസമയം അവിടെ ഒരു നോട്ട് വേറൊരു ഇംഗ്ലീഷ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഇങ്ങനെ ചെയ്യുക, ഇതാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ എന്ന് മലയാളത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും, നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി 4ാമത്തെ പോയിൻ്റാണ് ഡോണ്ട് ഫിയർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. എന്ത് ചെയ്യാം, ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയി, ഒരു പോയിന്റ് നമ്മൾ കേട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്യാം. സാറിനോട് ചോദിക്കുക, ഒരു മടിയും വേണ്ട, സാറിനോട് ചോദിക്കുക. ഞാൻ ഏകദേശം അവസാനത്തെ മാസമൊക്കെ ആവാനാകുമ്പോഴാണ്, ആ ഒരു സ്റ്റഡി ലീവിൻ്റെ മുമ്പത്തെ മാസത്തിലൊക്കെയാണ് കഴിഞ്ഞ CA ഇൻ്ററിൽ ഡൗട്ടുകൾ ചോദിക്കാൻ തുടങ്ങി ആക്ച്വലി. അപ്പോഴാണ് എനിക്ക് കൺസെപ്റ്റ് മനസ്സിലാവാൻ തുടങ്ങി. അതുവരെ ഏകദേശം ഫൗണ്ടേഷൻ ഫുള്ളും ഏകദേശം ഇൻ്റർ പകുതി വരെ, CA ഇൻ്റർ പകുതി വരെ ഞാൻ ആ ഒരു ഭയങ്കര 24/7 ഗ്രൈൻഡ് എന്നുള്ള രീതിയിലാണ് പോയിരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുന്ന് കൺഫ്യൂഷൻ ഉള്ളത് ക്ലാസ്സിൽ നിന്ന് തന്നെ തീരുമാനമാക്കുക. സാറിനോട് നേരെ ചോദിക്കുക, ക്ലാസ്സിൽ നിന്ന് നേരെ ചോദിക്കുക, അപ്പം തന്നെ ചോദിക്കുക. അല്ല അതിന് മടിയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് സാറ് വരുമ്പോൾ നമുക്ക് ചോദിക്കാം, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സാറ് വരും, അവിടെ കുറച്ച് നേരം 5 മിനിറ്റൊക്കെ സാറ് വെയിറ്റ് ചെയ്യലുണ്ട്, സാർമാർ വെയിറ്റ് ചെയ്യലുണ്ട് എന്ത് ക്ലാസ് കഴിഞ്ഞിട്ട്, ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട്. അപ്പോൾ ചോദിക്കുക. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ സാറിന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ടീച്ചർക്ക് മെസ്സേജ് അയക്കുക ആ ഒരു ഡൗട്ട് ചോദിച്ചാണ്ട്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ അതിനും മടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ ക്ലാസ്മേറ്റിൽ അടിപൊളി ആൾക്കാരുണ്ടാവും, നമ്മളെ ക്ലാസ്സിൽ നല്ല കാര്യങ്ങൾ മനസ്സിലാവുന്ന ആരെങ്കിലും ഉണ്ടാവും, ഓരോട് ചോദിച്ചാണ്ട് ക്ലിയർ ആക്കുക. അന്ന് തന്നെ അപ്പം തന്നെ ക്ലിയർ ആക്കുക. അല്ലെങ്കിൽ മിസ്സായ ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, സാറിനോട് ചോദിച്ചാണ്ടോ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സിനോട് ചോദിച്ചാണ്ടോ അത് ക്ലിയർ ആക്കാം. കാരണം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു സംഭവത്തിൻ്റെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കുക. ചിലപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യം ഇനി വരുന്നുണ്ടാവുക. അപ്പോൾ ഇത് മനസ്സിലായില്ലെങ്കിൽ ആകെ പണി കിട്ടും. 5ാമത്തെ പോയിൻ്റാണ് യൂസ് യുവർ ഫ്രീ ടൈം വൈസ്ലി. ഒരിക്കലും ക്ലാസ്സിലത്തെ ഭയങ്കര നേടാവണം. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറി പോലെ എല്ലാവരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയി എഴുതണം, എല്ലാം തീർക്കണം, എന്നിട്ട് അങ്ങനെ കളിയാക്കപ്പെടണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കിയുള്ളവർ പറയുന്നത് ജഡ്ജ് ചെയ്യണം നമ്മൾ നോക്കേണ്ടെന്നുണ്ടെങ്കിലും അതിന് എസ്കേപ്പ് ചെയ്യാനൊരു വഴിയുണ്ട്, പക്ഷേ കാര്യങ്ങൾ നടക്കാൻ വഴിയുണ്ട്. ഫ്രീ ടൈം ബുദ്ധിപരമായി യൂസ് ചെയ്യുക. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ സാർമാർ വരാൻ ലേറ്റായി അല്ലാന്നുണ്ടെങ്കിൽ അതെ നമുക്ക് മനസ്സിലാവില്ല അരമണിക്കൂർ ലേറ്റ് ഉണ്ടാവും എന്നുള്ളത്. എന്തായാലും സാർമാർ വരാൻ ലേറ്റായി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രേക്ക് വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചർ ലീവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം എന്ത് ചെയ്യാറോ, നിങ്ങൾക്ക് വേണമെന്ന് അവിടുന്ന് മുങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ മുങ്ങുക. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കഫേയിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്ത് ചെയ്യാം, ലോ കോഗ്നിറ്റീവ്ലി ഡിമാൻഡിങ് ആയിട്ടുള്ള ടാസ്ക് ഉണ്ടാവുമല്ലോ, ലെസ് കോഗ്നിറ്റീവ്ലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഹോംവർക്ക് ചെയ്തലും അങ്ങനത്തെ അസൈൻമെൻറ്റ് ഫിനിഷ് ചെയ്യലും അങ്ങനത്തെ പരിപാടി ഉണ്ടാവുമല്ലോ, റിപ്പീറ്റഡ് ടാസ്ക് വലിയ രീതിയിൽ നമുക്ക് എക്സാമിന് വെച്ച് നോക്കുമ്പോൾ വലിയൊരു ഉപകാരമല്ല, പക്ഷേ ഇതെന്തായാലും ചെയ്യണം.
അല്ലെങ്കിൽ ടീച്ചർ നോട്ട് ചെക്ക് ചെയ്യുക, ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ചെറുപണികൾ അത് അതിൻ്റെ ഇടയിൽ തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പോയാൽ ഒന്നും കൂടി പഠിക്കാനോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാനോ ടൈം ഉണ്ടാവും. എങ്ങനെയായാലും ആ ടൈം ബ്ലോക്ക് അവിടുന്ന് ഒഴിവാക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഫ്രീ ടൈം വെറും വർത്താനം പറഞ്ഞ് കളയുന്നതിൻ്റെ പകരം ഇങ്ങനത്തെ ചെറിയ വർക്കുകൾ ചെയ്യാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബെനിഫിറ്റ് ആവും. നൗ ഞാൻ കുറച്ച് ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ചെറിയ കാര്യങ്ങൾ അധികം ആൾക്കാർ നോട്ട് ചെയ്യാതെ പോകുന്ന സംഭവങ്ങളാണ്, പക്ഷേ ഇത് നമ്മളെ റിസൾട്ടിൽ അല്ലെങ്കിൽ നമ്മളെ മാർക്കിൽ വലിയ ഡിഫറൻസ് ഉണ്ടാക്കും. അതിന് മുമ്പ് നിങ്ങൾ ആക്ച്വലി പഠിത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, നിങ്ങളിത് സീരിയസ് ആയി എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ബണ്ടിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ വെബ്സൈറ്റിൽ 3 സംഭവങ്ങളായിട്ടാണ് ആ ബണ്ടിൽ കൊടുത്തിരുന്നത് 499. എൻ്റെ സ്റ്റഡി ഗൈഡ് ഒരു ഏകദേശം ഒരു 1 hour ഉണ്ടാവും. എൻ്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഇൻ്റർ പഠിക്കാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ സ്ലീപ്പ് ഗൈഡ്, നമുക്ക് എങ്ങനെ റിഫ്രഷ് ആയിക്കാണ്ട് നമുക്ക് എങ്ങനെ നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാക്കാം. സ്ലീപ്പ് നമ്മളെ മെൻ്റൽ പെർഫോമൻസിനാണെന്നുണ്ടെങ്കിലും കോഗ്നേറ്റീവ് പെർഫോമൻസിനാണെന്നുണ്ടെങ്കിലും ഫിസിക്കൽ പെർഫോമൻസിനാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലീപ്പ് ഗൈഡും, അതേപോലെ തന്നെ എൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി ഗൈഡ് ഒരു 3 hour ഏകദേശം 3 hour 12 minute കണ്ടൻറ് ഉണ്ട്. എങ്ങനെ നമുക്ക് കുറഞ്ഞ ടൈം കൊണ്ട് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാം, കൂടുതൽ വർക്ക് അച്ചീവ് ചെയ്യാം, കൂടുതൽ പഠിക്കാം എന്നുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ഗൈഡ്. അപ്പോൾ ഈ 3 കൂടി ഞാൻ പ്രൊവൈഡ് ചെയ്തിരുന്നത് 499. അപ്പോൾ ഈ August 31 വരെ അല്ലാന്നുണ്ടെങ്കിൽ 100 സ്റ്റുഡൻസ് എൻറോൾ ആകുമ്പോൾ വിച്ച് എവർ ഈസ് ഏർലിയർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബോണസ് ഇതിനൊപ്പം കൊടുക്കുന്നുണ്ട്. 1 അല്ല 4 ബോണസ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എൻ്റെ ഒരു ആൻറ്റി പ്രൊക്കാസ്റ്റിനേഷൻ ഗൈഡ്, രണ്ടാമത്തത് എൻ്റെ മോട്ടിവേഷണൽ ഗൈഡ്, മൂന്നാമത്തത് എൻ്റെ ഒരു കൺസിസ്റ്റൻസിൻ്റെ മുകളിൽ ഞാൻ ഒരു വെബിനാർ ചെയ്തിരുന്നു അതുപോലെ തന്നെ 4ാമത്തത് ഒരു പ്ലാനർ. ഞാൻ പറഞ്ഞുതരാം. ഈ ആൻറ്റി പ്രൊക്കാസ്റ്റിനേഷൻ ഗൈഡ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സ്റ്റഡീസൊക്കെ ഡിലേ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ എൻ്റെ മോട്ടിവേഷണൽ ഗൈഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, അതായത് എക്സ്റ്റേണൽ മോട്ടിവേഷന് വേണ്ടി കാത്തിക്കാതെ ഉള്ളിൽ എങ്ങനെ മോട്ടിവേഷൻ ഉണ്ടാക്കാം ഉള്ളൊരു ഗൈഡാണത്, മോട്ടിവേഷൻ ഗൈഡ്. അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും ട്രാക്കിൽ നിന്ന് വിട്ടു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഞാൻ ചെയ്ത വെബിനാറിൻ്റെ റെക്കോർഡിംഗ് ആണ്, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന എൻ്റെ പ്ലാനർ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഫിസിക്കൽ സാധനം കാണിച്ചു തന്നല്ലോ, ബുക്ക്, അപ്പോൾ അതിൻ്റെ PDF-ഉം നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കുക. അതിൽ മന്ത്ലി അതുപോലെ വീക്കിലി അതേപോലെ ഡെയിലി പ്ലാൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് സെയിം പ്രൈസിന് തന്നെയാണ്. പക്ഷേ August 31 അല്ലെങ്കിൽ 100 സ്റ്റുഡൻസ് എൻറോൾ ചെയ്യുമ്പോൾ അത് ഡിസപ്പിയർ ആവും, പിന്നെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ കിട്ടില്ല, അതുവരെ ഉണ്ടാവുള്ളത്. സോ പർച്ചേസ് ചെയ്തവർക്ക് അത് ലൈഫ് ടൈം ആക്സസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്തവർക്ക് ലൈഫ് ടൈം ആക്സസ് ഉണ്ടാവും. ഇനി നിങ്ങളത് പർച്ചേസ് ചെയ്തു എന്നിട്ട് നിങ്ങൾക്ക് അത് വെർത്തല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൽ വെബ്സൈറ്റിൽ ഉണ്ടാവും. അതിലൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ ഐ വിൽ ഗിവ് യു റീഫണ്ട്. ദ റിസ്ക് ഈസ് ഓൺ മീ നോട്ട് ഓൺ യു. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഈസ് ഇൻ ഡിസ്ക്രിപ്ഷൻ, ചെക്ക് ദാറ്റ് ഔട്ട്. ഓക്കെ, ബാക്ക് ടു ദ വീഡിയോ. ഞാൻ ആ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പ്രോഗ്രസ് ജേണൽ കീപ്പ് ചെയ്യുക. ഇതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ഒരു ബുക്കിലെ പ്രകാരം. അപ്പോൾ അങ്ങനെ ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നില്ലെങ്കിൽ അതിൻ്റെ ചുറ്റും ഒരു സ്ക്വയറോ അല്ലെങ്കിൽ റൗണ്ടോ ഇട്ട് വെക്കാൻ പറ്റും, ഇങ്ങനെ ടിക്ക് ഇടാൻ. അതൊന്ന്. അല്ലാന്നുണ്ടെങ്കിൽ പ്രോഗ്രസ് ജേണലാണ് ഞാൻ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നോട്ട്സ് എന്നുള്ള രീതിയിൽ അതിൻ്റെ അടിയിലോ എവിടെയെങ്കിലും ഇങ്ങനെ നോട്ട് ചെയ്യാൻ പറ്റും, ഇന്നത്തെ കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്തോ ഇല്ലേ എന്നുള്ളത്. ഇങ്ങനെ ഒരു പ്രോഗ്രസ് ജേണൽ കീപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഓരോ ഗോൾസ് ചെയ്യുന്നുണ്ടോ ചെയ്യണില്ലേ എന്നുള്ളത് നമ്മൾ ആക്ച്വലി എഴുതുന്നുണ്ടെങ്കിൽ നമ്മളെ ഈഗോനെ അത് ഹേർട്ട് ചെയ്യും. നമ്മൾ ഈഗോയിൽ നമ്മൾ അതൊന്നും ചെയ്യണില്ല എന്ന് ചെയ്യാത്തൊരാളാണ്, പക്ഷെ നമ്മൾ ആക്ച്വലി പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണ്, പക്ഷേ ഇതൊന്നും അക്കംപ്ലിഷ് ചെയ്യണില്ല എന്നുള്ള രീതിയിലൊരു തട്ട് കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ ഇത് അക്കംപ്ലിഷ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ വീണ്ടും അത് ഫില്ലാക്കാനെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊരു ട്രിക്കാണ്. ഇനി രണ്ടാമത്തത്, നിങ്ങളെ ബ്രെയിനിനെ ഒരു മെഷീൻ പോലെ ട്രീറ്റ് ചെയ്യുക. ഒരു മെഷീനാണ്, ഒരു കാറാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്താ വേണ്ടത്, നല്ല ഫ്യൂവൽ വേണ്ടത്. അപ്പോൾ ബ്രെയിനിന് നല്ല ഫ്യൂവൽ എന്ന് പറയുന്നത് നിങ്ങളെ ഫുഡ് തന്നെയാണ്. അപ്പോൾ നല്ല ഫുഡുകൾ കഴിക്കുക, അതുപോലെ തന്നെ മീൽസുകൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഗേൾസിൻ്റെ ഒക്കെ മെയിൻ പരിപാടികൾ ഉണ്ടാവും എന്ത്, ഞാൻ കുറേ കേട്ടിരിക്കണം, എൻ്റെ കുടുംബത്തിലൊക്കെ ഞാൻ കണ്ടിരിക്കണത്, നമ്മൾ ആക്ച്വലി ഷേപ്പിലാവാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ കഴിക്കും. അതായത് നല്ല സാധനങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കും, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ട് ഫുഡ് കഴിക്കും, എന്നിട്ട് നമ്മൾ വർക്കൗട്ടും കൂടി ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ ഫാറ്റും കാര്യങ്ങളൊന്നും കയറില്ല. പക്ഷേ നമ്മൾ കുടുംബത്തിലുള്ള പോലെ അല്ലെങ്കിൽ ഒരു ഓൾഡ് കൺസെപ്റ്റിലുള്ള പോലെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ഗേൾസിൻ്റെ കേസിൽ കണ്ടാണ്, ഒരു തീരെ കഴിക്കൂല, എന്നിട്ട് സ്ലിമ്മായി നിൽക്കാൻ വേണ്ടിയിട്ട് ഫുഡേ മൊത്തം കുറേ അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഇത് പൊട്ടത്തരാണ്. നിങ്ങളെ ബ്രെയിനിന് നിങ്ങൾ ഫ്യൂവൽ കൊടുക്കണം, ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സ്ട്രാറ്റജി പ്രകാരം സ്കിപ്പ് ചെയ്യുക. എങ്ങനെ, ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ആയിട്ട് ചെയ്യുക. എന്നിട്ട് ആ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ഫുഡ് ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള, ഞാൻ ഇതിന് മുമ്പൊക്കെ ഇട്ടിരിക്കണം ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഫുഡുകളെ കുറിച്ച്, സിംഗിൾ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള എഗ്ഗ്, മീറ്റ്, അതുപോലെ തന്നെ ബട്ടർ, ഗീ, അങ്ങനത്തെ ഒരുപാട് ഫാറ്റും ന്യൂട്രിയൻസൊക്കെ പ്രോട്ടീനൊക്കെ നല്ല നിറഞ്ഞ ഫുഡുകൾ കൂടുതൽ കൊടുക്കുക. അടുത്ത പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, കഫീന് സൂക്ഷിക്കുക. കഫീൻ നിങ്ങളെ ഫോക്കസ് എൻഹാൻസ് ചെയ്യും. ഞാനിപ്പോൾ കഫീൻ എടുത്തിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് നല്ല രീതിയിൽ അലേർട്ട്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അതുപോലെ എന്താ പറയുക, ഒരു ലേറ്റർ പാർട്ട് ഓഫ് ദ ഡേയിൽ നമ്മൾ ഉറക്കത്തിനെ സാക്രിഫൈസ് ചെയ്യുന്ന, ഉറക്കത്തിനെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള കഫീൻ എടുക്കരുത്. അപ്പോൾ നിങ്ങൾ കഫീനെക്കാട്ടും ഉപകാരത്തെക്കാളും നിങ്ങൾക്ക് വരിക സ്ലീപ്പ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വരുന്ന ഉപദ്രവങ്ങളായിരിക്കും. അപ്പോൾ കഫീന് ഏർലിയർ പാർട്ട് ഓഫ് ദ ഡേയിൽ എടുക്കാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങൾ
സ്നാക്സ് കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, പഠിക്കുന്ന ഇടയിൽ എന്തെങ്കിലും കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഇടയ്ക്ക് ഓരോന്ന് പോയി കഴിക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈലി ഷുഗറുള്ള സംഭവങ്ങൾ, അതുപോലെ ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ, സ്വീറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്, ഹൈ പ്രോസസ്ഡ് ഫുഡുകൾ കാര്യങ്ങളൊക്കെ, ഓയിലിൽ ഫ്രൈ ചെയ്ത് നമ്മൾ എണ്ണക്കടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും സീഡ് ഓയിലാണ് ഫ്രൈ ചെയ്തതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ അവോയ്ഡ് ചെയ്യുക. പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ്, ഗ്രേപ്സോ അല്ലെങ്കിൽ മാംഗോ പീസാക്കിയതോ ഇങ്ങനെ എന്തെങ്കിലും നല്ല പുളിയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചാൽ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിപ്പോൾ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് മൂഡിലോ കാര്യങ്ങളിലൊന്നും വേറെ ഷിഫ്റ്റുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഫോക്കസിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അതേസമയം നിങ്ങൾക്ക് ആ ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്വീറ്റ്സോ ഹൈലി പ്രോസസ്ഡ് സാധനങ്ങളോ ഹെവി മീലുകളോ ഒന്നും പഠിക്കുന്ന ഇടയിൽ കഴിക്കരുത്. അത് നിങ്ങളെ ഫോക്കസിനെ എഫക്റ്റ് ചെയ്യും. സ്നാക്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നോക്കുക. ഇനി അടുത്ത പോയിൻ്റാണ്, നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ പഠിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഫുള്ള് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഒരേ സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു ബോറടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സീനറി നിങ്ങൾക്കൊന്ന് മാറ്റി നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാൽക്കണിയിൽ പോയിട്ട് ഒന്ന് പഠിച്ച് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈബ്രറി പോയിട്ട് പഠിച്ച് നോക്കാം. ലൈബ്രറി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം സൈലൻ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഫേയിൽ പോയി പഠിച്ച് നോക്കാം. പക്ഷേ ഞാൻ നോക്കിയതാണ്, എനിക്കത് നടക്കണില്ല. കാരണം അവിടുത്തെ മ്യൂസിക്കും പിന്നെ അതേപോലെ ആൾക്കാർ ഭയങ്കര ലൗഡായിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട്, അവിടെ നടക്കണില്ല. എന്തായാലും ഒരു ശാന്തമായിട്ടുള്ള, അതേസമയം ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എൻവയർമെൻറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. എൻവയർമെൻറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ പഠിക്കാൻ മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഡൗൺ ആയി നിൽക്കുന്ന എനർജി ഇല്ലാത്ത ടൈമാണെന്നുണ്ടെങ്കിൽ. പിന്നീട് പഠിക്കുന്ന കേസിൽ ഒരു റൂട്ടീൻ ബിൽഡ് ചെയ്യുക. റൂട്ടീൻ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഏകദേശം ഒരേപോലെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, തോന്നുമ്പോൾ പഠിക്കുന്നതിൻ്റെ ആ ഒരു സംഭവം നമ്മൾ ഒഴിവാക്കി. എങ്ങനെ നമ്മൾ ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എല്ലാ ദിവസവും ഏകദേശം നമുക്ക് ഡീപ്പ് വർക്ക് ചെയ്യാനൊരു ടൈം, അതുപോലെ ഷാലോ വർക്ക് ചെയ്യാനൊരു ടൈം. ഷാലോ വർക്കൊക്കെ നമ്മൾ ബാച്ച് ചെയ്യാണ്, എല്ലാം ബാച്ച് ചെയ്യണം, ഒപ്പം ചെയ്യും. അതുപോലെ ഡീപ്പ് വർക്ക് എല്ലാം നമ്മൾ ഈ ഒരു ടൈമിലാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു റൂട്ടീൻ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. രാവിലെ എണീറ്റു ഷവർ ചെയ്തു പഠിക്കുന്നു, രാവിലെ എണീറ്റു കോഫി കുടിക്കുന്നു പഠിക്കുന്നു, എങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ ആ ഒരു ഹാബിറ്റുകൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഇയേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സിസ്റ്റം രീതിയിൽ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന ആളാണ്, പ്രോക്രാസ്റ്റിനേഷനൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഹാർഡസ്റ്റ് ആയിട്ട് തോന്നുക. നമ്മളതൊന്ന് ചെയ്ത് ഒന്നുകൊണ്ട് റെഡി ആയി കഴിഞ്ഞാൽ, ഒന്നുകൂടെ അയക്കണം ഇരുന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഒരു 5 മിനിറ്റൊക്കെ എൻ്റെ മൈൻഡ് ഇങ്ങനെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് കുറേ തെറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ ആ സ്റ്റേറ്റിക്ക് സോണക്ക് വന്നു, ഫ്ലോ സ്റ്റേറ്റിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യൽ ഈസിയാണ്. എനിക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കുക, ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ അതിക്കൊന്ന് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സോണിലെത്തും. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ചൂസ് യുവർ ഹാർഡ് ഡേയ്സ് ഓർ പ്ലാൻ ഇൻ അഡ്വാൻസ് ഫോർ ഹാർഡ് ഡേയ്സ്. ഹാർഡ് ഡേയ്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെ റൂട്ടീനിൽ അല്ലെങ്കിൽ നമ്മളെ ഒരു ടോപ്പ് സ്റ്റുഡൻറ്റ് സ്ട്രാറ്റജിയിൽ നമ്മൾ പറഞ്ഞ ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ടു മാക്സിമം ഒരു 4 മണിക്കൂറൊക്കെ പഠിക്കുന്ന രീതിയിലാണ് നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്നത് വർക്കിനെ. ബാക്കിയുള്ള ടൈം നമുക്ക് വേണം, നമുക്ക് വേണ്ടിയിട്ട് ആ ടൈം വേണം. പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്ക് എക്സാം വരുന്നുണ്ടാവും അടുത്ത ആഴ്ച, അതേസമയം നമുക്കൊരു വർക്ക് ഫിനിഷ് ചെയ്യാണ്ടാവും. അതായത് ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് ഫിനിഷ് ചെയ്യാണ്ടാവും, അല്ലെങ്കിൽ ടീച്ചർ ഇങ്ങനെ ഒരു വർക്ക് തന്നിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ട് വിചാരിച്ചോ, നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ദിവസം അതിന് വേണ്ടി പ്ലാൻ ചെയ്യുക. 8 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വീക്കെൻഡോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇപ്പോൾ ഈ 2 സംഭവങ്ങൾ വന്നു, എന്നിട്ട് അതിൻ്റെ തലേന്നാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നതെന്നുണ്ടെങ്കിൽ, അതിൻ്റെ തലേന്നാണ് നിങ്ങളത് ചെയ്യാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ സ്ട്രെസ് കയറും. സ്ട്രെസ് വന്നുകൊണ്ട് അത് ചെയ്യാനും പറ്റില്ല, ആ അസൈൻമെൻറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ആ സ്ട്രെസ് കാരണം എക്സാമും മര്യാദയ്ക്ക് എഴുതാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ഓൾറെഡി ആ ഒരു ഹാർഡ് ഡേ നമ്മൾ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മര്യാദയ്ക്ക് വർക്ക് ചെയ്തു, നമ്മൾ ആ അസൈൻമെൻറ്റ് ആ ഒരു ദിവസം കൊണ്ട് ഇരുന്നാണ് തീർത്തു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അസൈൻമെൻറ്റിന് വേണ്ടി നല്ലൊരു ടൈം കൊടുത്തു, എന്നിട്ട് ബാക്കി നമ്മൾ പഠിക്കാൻ ഉപയോഗിച്ചു. ഇങ്ങനെ നമ്മളൊരു സ്ട്രാറ്റജി വെച്ചാൽ നമ്മളെ കലണ്ടർ യൂസ് ചെയ്ത് ടൈം മാനേജ്മെൻറ്റ് യൂസ് ചെയ്ത് നമ്മൾ സ്ട്രാറ്റജിക്കലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സാമിന് അന്നുള്ള സ്ട്രെസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് തലേന്ന് ഒന്നായിട്ട് വരുന്ന ആ ഒരു സ്ട്രെസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് അതിന് നമ്മൾ തന്നെ ഒരു പ്ലാൻ ചെയ്താണ്ട് ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രേറ്റ് എ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ആ ബുക്കിലുള്ള ഒരു സംഭവമാണ്, ഇൻവെസ്റ്റ് ഇൻ അക്കാഡമിക് ഡിസാസ്റ്റർ ഇൻഷുറൻസ്. അത് വലിയ ഇൻഷുറൻസ് ഒന്നല്ല കേട്ടോ ശരിക്കുള്ള. ഇതെന്താ സംഭവിച്ചാൽ ഒരു ടേം ഉണ്ടാക്കിയതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നിടയിൽ നമുക്ക് വിചാരിക്കാത്ത രീതിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല സാധനങ്ങളും വരും. നമുക്ക് അസുഖങ്ങൾ വരാം, അല്ല പുതിയ എക്സാമുകൾ വരാം, ക്ലാസ് ടെസ്റ്റ് വരാം, പുതിയ അസൈൻമെൻറ്റ് വരാം. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണമെന്നൊരു നിർബന്ധമില്ല, നമ്മളറിയാത്ത പലതും വരും. അപ്പോൾ അങ്ങനെ ഓൾറെഡി അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് സാധനങ്ങൾ വരും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങളെ റൂട്ടീന് അല്ലെങ്കിൽ നിങ്ങളെ ഡെയിലി ഷെഡ്യൂൾ എന്ന് പറയുന്നത് എപ്പോഴും അത്യാവശ്യം ഒരു ഗ്യാപ്പുകൾ വേണം, നമുക്ക് ഫ്ലെക്സിബിൾ ആവണം. ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഫ്ലെക്സിബിൾ ആവണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് എടുത്തുകൊണ്ട് കലണ്ടറിൽ വേറെ എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത് ആ ദിവസത്തേക്ക് കൊണ്ടുപോയിടാൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം നമ്മൾ വേറെ ദിവസത്തേക്ക് മാറ്റിയിട്ട് പുതിയ വന്ന കാര്യം ഇപ്പോൾ ചെയ്യാൻ, ഇതിനൊക്കെ നമുക്ക് കൃത്യ ഒരു സിസ്റ്റം വേണം. അതേപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരും എന്നുള്ളത് എന്ത് ചെയ്യുക, മുൻകൂട്ടി കാണുക. ഇൻവെസ്റ്റ് ഇൻ അക്കാഡമിക് ഡിസാസ്റ്റർ ഇൻഷുറൻസ്. ഇനി നെക്സ്റ്റ് ഒരു പോയിൻ്റാണ് യൂസ് ക്വിസ് ആൻഡ് റീകോൾ മെത്തേഡ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ
നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു റീകോളിൻ്റെ കേസ് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു വേറൊരു മെത്തേഡ് തന്നെയാണ്. എങ്ങനെയാ വെച്ചാൽ നമ്മളിപ്പോൾ ബുക്ക് റെഫർ ചെയ്താണ്ട് ഒരു ദിവസമൊക്കെ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ബുക്ക് റെഫർ ചെയ്താണ്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ അല്ലെങ്കിൽ ടോപ്പിക്കുകൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് സാറ് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അങ്ങനെ നോട്ട് ചെയ്ത സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അതിന് നമ്മളതായിട്ടുള്ള നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഡിറൈവ് ചെയ്താണ്ട് ഇങ്ങനെ എഴുതി വെക്കുക. ഫുള്ള് ക്വസ്റ്റ്യൻസ് എല്ലാ ഭാഗത്തു നിന്നും മെയിനായിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഒരു ദിവസം അതിന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി മാത്രം. അപ്പോൾ നമ്മൾ ക്വിസുകൾ റെഡിയാക്കി അല്ലെങ്കിൽ നമുക്ക് തന്നെ ആയിട്ട് നമ്മളൊരു എക്സാം റെഡിയാക്കി. ഇനി എന്ത് ചോദിച്ചാൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അത് ആൻസർ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ബുക്ക് റെഫർ ചെയ്യാതെ നമ്മളെ മൈൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആ ഓരോന്ന് ആൻസർ ചെയ്യുക. അങ്ങനെ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ഐഡിയ നമുക്കുണ്ട്, എത്രത്തോളം നോളജ് നമുക്ക് ഉണ്ട് എന്നുള്ളത്. അത് കൂടാതെ ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ബുക്കിലൂടെ കുറേ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോഴും നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ. ഇനി നമുക്ക് മെമ്മറൈസ് ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് ഞാൻ ആക്ച്വലി ഇന്ത്യയിൽ പറയണത് വെച്ചാൽ മെമ്മറൈസ് ചെയ്യല്ല വേണ്ടിയ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ മെമ്മറൈസ് ചെയ്യാൻ എന്തായാലും വരുന്ന സംഭവങ്ങൾ ഉണ്ടാവും. അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങളുണ്ടാവും. പേരുകൾ, ഡേറ്റുകൾ, അതുപോലെ സെക്ഷനുകൾ. ഇപ്പോൾ ലോ ഒക്കെ പഠിക്കണവർക്ക് അറിയുണ്ടാവും സെക്ഷൻ 139, സെക്ഷൻ 135 എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ സയൻസ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കുറേ മറ്റേ ക്രോമസോമും അതും ഇതും ഹോർമോണും ഡോപ്പമിനും നോറെപ്പിനെഫ്രിനും മെലാറ്റോണിനും സെറാട്ടോണിനും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ലിറ്ററേച്ചർ, ലാംഗ്വേജൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ പോയറ്റുള്ള പേരുകളുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിയൊക്കെ ബന്ധപ്പെട്ടാണ്ട് ഇയേഴ്സുകൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഈ സാധനങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് മെമ്മറൈസ് ചെയ്യുന്നതിൻ്റെ പകരം നമുക്കിവിടെ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, നമ്മളെ പല സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോഡ് ഭാഷകൾ ഉപയോഗിക്കാൻ പറ്റും മാറിപ്പോകാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാഷ് കാർഡ് യൂസ് ചെയ്താണ്ട് പഠിക്കാൻ പറ്റും മെമ്മറൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്താണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ച് കൊടുക്കേണ്ടി വരും ഈ സംഭവങ്ങൾ. അപ്പോൾ ഞാനൊരു കണക്ട് ചെയ്യണതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്. പിന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന സാധനമാണ് ഒപ്റ്റിമിസും അതേപോലെ പെസിമിസും. ഇതിലേതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഏതാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്? പല ആൾക്കാർക്കും മാറുണ്ടാവില്ല, പക്ഷേ എനിക്ക് ഇടയ്ക്ക് മാറും. അപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് ആണോ പെസിമിസ്റ്റിക് ആണോ നെഗറ്റീവ് എന്നുള്ളത് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം പെട്ടെന്ന് മനസ്സിലാവാൻ. ഇപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുമ്പോൾ OP എന്നല്ലേ, അപ്പോൾ അത് തിരിച്ചിട്ടാൽ പോ എന്നല്ലേ വായിക്കണത്. അപ്പോൾ പോസിറ്റീവിൻ്റെ തുടക്കം PO എന്നുള്ളത് അങ്ങനെ കിട്ടി. അപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് ആണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ആണെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് അതായത് ഫുൾ സംഭവം എന്താണെന്നുള്ളത് പക്ക മനസ്സിലാക്കേണ്ട, പക്ഷേ അതിൻ്റെ 2 അക്ഷരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വഴിയുണ്ട് അതിന് ഡിറൈവ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഈ മെമ്മറൈസ് ചെയ്യാനുള്ള സാധനം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇയേഴ്സുകളൊക്കെ ഓർത്ത് വെക്കുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും സ്റ്റോറിയൊക്കെ യൂസ് ചെയ്താണ്ട് ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഇനി അവസാനമായിട്ട് ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം. ഈ പ്രോബ്ലം പേപ്പറിൻ്റെയൊക്കെ കേസിൽ പല സബ്ജക്റ്റുകളും അക്കൗണ്ട്സ്, മാത്സ് ഇങ്ങനത്തെ സബ്ജക്റ്റുകളും നമ്മളെ ടീച്ചേഴ്സ് നമുക്കൊരു വർക്ക് ബുക്ക് തരാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ആൻസേഴ്സ് ഒരു ബോർഡിൽ ചെയ്തു തരും, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പോലും ചെയ്തു തരും. പിന്നെ അതിന് ഏകദേശം 2-3 ക്വസ്റ്റ്യൻ അതേ മോഡലുണ്ടാവും, അത് നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ അപ്പോൾ ആ രീതിയിൽ വർക്ക് ബുക്കിൽ ക്വസ്റ്റ്യൻസ് മാത്രം, നോട്ടിലെ ആൻസേഴ്സ് മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ ഒക്കെ മുമ്പ് നോക്കുമ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ്റെ ആണ് ഏത് ആൻസർ എന്ന് ചിലപ്പോൾ മനസ്സിലാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പല ആൾക്കാരും ചെയ്യുന്നുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. നോട്ട് ബുക്കിൽ നമ്പേഴ്സ് കീപ്പ് ചെയ്യുക, പേജ് നമ്പർ കീപ്പ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ അതിന് നമ്പർ ഉണ്ടാവുമല്ലോ വർക്ക് ബുക്കിൽ. അപ്പോൾ ഇതിൽ നോട്ടിൽ ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും ഈ ക്വസ്റ്റ്യൻ നമ്പറും അതുപോലെ തന്നെ പേജ് നമ്പറും ആ ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ എഴുതുക നോട്ട് ബുക്കിൽ. ഇനി അതുപോലെ തന്നെ നോട്ട് ബുക്കിലത്തെ പേജ് നമ്പർ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യന്മേ ഏത് ആൻസറാണോ ആൻസർ ഏത് പേജിലാണ് എഴുതുന്നത് ആ നമ്പർ ഈ ക്വസ്റ്റ്യൻ്റെ ഈ വർക്ക് ബുക്കിൽ എഴുതി വെക്കുക. അപ്പോൾ ഈ വർക്ക് ബുക്കും ഈ നോട്ട് ബുക്കും തമ്മിൽ കണക്ട് ചെയ്യുക, അത് ഉദ്ദേശിച്ചത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വർക്ക് ബുക്ക് നോക്കിയാണ്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് എക്സാമിന് മുമ്പൊക്കെ ഓക്കെ ഇതെനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏതാണോ അതിൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. നോട്ട് ബുക്കിൽ ഈ പേജിലാണ് നമ്മൾ എഴുതിച്ചു. ഈ നോട്ടിലാണെങ്കിൽ തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഏതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം, കാരണം നമ്മൾ നോട്ടിൽ എഴുതിച്ചു. അപ്പോൾ ആ ഒരു സംഭവം കൂടി ശ്രദ്ധിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വാല്യുബിൾ ആയി തോന്നുന്നു. അടുത്ത വീഡിയോ ശനിയാഴ്ച ആയിരിക്കും, 30-ാം തീയതി. അതിൽ ഫുൾ എക്സാം സ്ട്രാറ്റജീസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവാം. സോ ഞാൻ പറഞ്ഞ ഗൈഡിൻ്റെ കേസ് മറക്കണ്ട, 31 ഓഗസ്റ്റ് വരുള്ളൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കണം. ഇതിൽ ഒരുപാട് സോഴ്സുകൾ ഉണ്ട് കേട്ടോ, ഒരുപാട് സാധനങ്ങൾ. ഞാൻ ഉള്ളിലുള്ള പല സംഭവങ്ങളും പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഒരു ബുക്ക് ഫുള്ള് വായിച്ചിട്ടാണ് ഇത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി സീരിയസ് ആയിട്ട് എടുക്കുക ഈ വീഡിയോ. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇനി ഒരു വട്ടം കേട്ടിട്ട് ഫുള്ള് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കേട്ടാണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ആക്ച്വലി നിങ്ങളെ സ്റ്റഡി റൂട്ടീനെ റെവല്യൂഷനൈസ് ചെയ്യാനുള്ള പോയിന്റുകൾ ഇതിലുണ്ട്. പക്ഷേ അതൊരു ലോങ് വീഡിയോ ആണ്. ചിലപ്പോൾ നിങ്ങളതൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് കേൾക്കണമെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് കേട്ടുകാണ്ട് ഒരു ആക്ഷൻ എടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങളിത് കേൾക്കണം, ഇതിന് നോട്ട് എടുക്കണം, എന്നിട്ട് ഒരു മാറ്റമെങ്കിലും നിങ്ങളുടെ സ്റ്റഡിയിൽ ഒരു സംഭവമെങ്കിലും നിങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. ഐ ഹോപ്പ് ദിസ് വീഡിയോ സെൽഫ് ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.